ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാമിന്റെ ഫോൺ വിളിയിൽ ജയിലിൽ സുരക്ഷാ പാളിച്ചയുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജയിലിനകത്തല്ല, ബംഗളൂരു യാത്രക്കിടയിലാണ് നിസാം ഫോൺ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിസാമിന്റെ സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം 2017 ഏപ്രിലിൽ പൂർത്തിയാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാം ജയിലിൽ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടു. ജയിലിൽ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ബംഗളൂരു യാത്രക്കിടെയാണ് നിസാം ഫോൺ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജയിലിന് പുറത്തുവെച്ച് നടന്ന സംഭവമായതിനാൽ ഇക്കാര്യത്തിൽ ജയിൽ സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടില്ല എന്നും ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അനാവശ്യമായ സൗകര്യങ്ങൾ, ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട സൗകര്യം ഈ നിസാമിന് നൽകുന്നതിനോട് സർക്കാരിന് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. യാത്രക്കിടെ മൊബൈലിൽ സംസാരിക്കാൻ അവസരം നൽകിയതിന് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം മാധ്യമപ്രവർത്തകനുമായി നിസാം ഫോണിൽ സംസാരിച്ചുവെന്ന പരാതി ഗൌരവതരമാണെന്നും ഇതിൽ അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉപക്ഷേപത്തിന് മറുപടിയായി പറഞ്ഞു. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം 2017 ഏപ്രിലിൽ പൂർത്തിയാകുമെന്ന് മുഖ്യമന്ത്രി ഹൈബീഡന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവൃത്തികൾ 2017 ഏപ്രിൽ മാസത്തിൽ ആദ്യ റീച്ച് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുരോഗമിക്കുന്നത്. എല്ലാ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും 2017 ജനുവരിയോടെ പൂർത്തീകരിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആദായ നികുതി ഇളവുകൾ സ്ഥലമുടമകൾക്ക് നൽകണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. മഹാരാജാസ് മുതൽ പേട്ട വരെയുള്ള 2ാം ഘട്ടത്തിന്റെ പണിയിൽ വീഴ്ച വരുത്തിയ 2 കരാറുകാരെ മാറ്റി നിർത്തിയതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. നിയമസഭയിൽ നിന്നും എസ് ഷീജ.